മസാലയായിട്ട് ഞാൻ ചേർത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചില ഉലുവാപ്പൊടി, വിനെഗർ, നാരങ്ങ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വിനെഗർ വറക്കാനുള്ള മീൻ ആദ്യം ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോന്നായിട്ട് അങ്ങനെ ഫ്രൈ ഫിഷ് നമ്മുടെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇറക്കി വെച്ചിട്ട് കറിയുടെ പരിപാടി നോക്കാം. കറി ഉണ്ടാക്കാൻ തുടങ്ങാൻ ചട്ടി വെച്ച് ചട്ടി ചൂടായി നമുക്കിനി എണ്ണ വെച്ച് കൊടുക്കാം. പച്ചവെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ടേസ്റ്റ്. എണ്ണ ചൂടായി നമുക്കിനി ഇതിലേക്ക് കറി ഇട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ചേരുവകൾ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്ന ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില. ഇത് ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വഴറ്റി നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്കിനി ഇതിനകത്ത് ചെറിയ ഉള്ളി കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. വേറെ വഴന്ന് വരെ ചടു ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലോണം വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടിക്ക് എരിവില്ലാതെ ഞാൻ 2 സ്പൂൺ ഇട്ടാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ മല്ലിപ്പൊടി. മസാലകളൊക്കെ നല്ലോണം വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറിയിട്ട് അതുവരെ വഴറ്റുക. മസാല നല്ലോണം ഫ്രൈ ചെയ്ത് ചട്ടിയിൽ നിന്ന് വിട്ട് വരണം. അപ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ്. ഇതിനകത്തേക്ക് നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് വെച്ച ഉലുവ ചേർത്ത് കൊടുക്കാം. ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അടിച്ച് നല്ലോണം അതിൻ്റെ പുളി ഇറങ്ങിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലോണം തിളച്ചതിന് ശേഷം മീൻ്റെ കട്ടി ചേർത്ത് കൊടുക്കാം. പുളിയുടെ മസാല നല്ലോണം ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചതിന് ശേഷം മുളക് ചേർത്ത് കൊടുക്കുക. തിളച്ചതിന് ശേഷം മുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. മുളക് ആദ്യം ഉള്ളിയുടെ ഉള്ളിൽ വഴറ്റി അരി തന്നെ ഉടങ്ങി അതിലാവും ചെറിയ കുട്ടികളുടെ ഒരുപാട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. മസാല പറ്റി വെച്ചാണ്. ഇങ്ങനെയൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കും. മീനിൻ്റെ മസാല പറ്റുമ്പോൾ മീൻ ആദ്യം വറക്കാൻ എടുത്തിട്ട് ആ ചട്ടിയിലേക്ക് ഇട്ടാൽ ഒരുപാട് മസാലകളൊന്നും ഉപയോഗിക്കാറില്ല. നല്ലോണം തിളച്ചിട്ടെങ്കിൽ നമുക്ക് അടച്ചു വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കാം. കറി ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കറി ഒരു 5-10 മിനിറ്റ് തിളച്ചതിന് ശേഷം 10-15 മിനിറ്റ് തിളച്ചതിന് ശേഷം ഗ്യാസ് പൊട്ടും. ഒരിക്കലും സ്പൂൺ ഇട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാതെ ഇങ്ങനെ നടുവിലൊന്നും വെച്ചിട്ട് കുറുക്കി കൊടുക്കുക. അപ്പോൾ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകത്തില്ല. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.